Jamima Rodriguez, right hand batsman, the sensation now. Now എന്ന് പറയാൻ കാരണം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, എക്സാക്ട്ലി പറഞ്ഞാൽ ഇപ്പോൾ ഒരു വർഷമായിട്ടുണ്ടാവും, ജമീമ റോഡ്രിഗസ് ആയിരിക്കും ഇന്ത്യൻ വുമൻ ക്രിക്കറ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ ട്രോൾ ഏറ്റുവാങ്ങിയ ഒരു പ്ലെയർ. വൈ? ബിക്കോസ് റിലീജിയൻ. ഓക്കെ, റിലീജിയൻ, പിന്നെ അത് റീൽസുകളിലേക്ക് പോയി ജമീമ ഇടുന്ന, പിന്നെ പെർഫോമൻസുകളിലേക്ക് പോയി. ഓബിയസ്ലി അറിയാലോ, സംഘപരിവാർ, RSS, BJP, ഇവിടെ മതം പറഞ്ഞ ഒരാളുടെ പിന്നാലെ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ ത്വരപ്പം വെച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്ത്യ സ്വപ്നം കാണാത്തൊരു വിക്ടറി അല്ലേ? അതായത് പല വേൾഡ് കപ്പ് സെമീസിലും നമ്മുടെ ദ ഗ്രേറ്റ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് എന്ന് പറഞ്ഞുള്ള ഗോട്ട് പ്ലെയേഴ്സ് വരെ അച്ചീവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള റെക്കോർഡുകളും ദ മൈറ്റി ഓസീസിനെ അടിച്ചിട്ട ബാറ്റ്സ്മാൻ അല്ല, ബാറ്റർ ജമീമ റോഡ്രിഗസ്, ഇന്ത്യയുടെ ദ പ്രൗഡ് ഗേൾ. ഒരു സീനിലുണ്ടല്ലോ ഭയങ്കരമായിട്ട് ട്രോൾ ഏറ്റു വാങ്ങിയ ഒരാളാണ്. അപ്പോൾ നമ്മൾ ഇത്രയും വലിയൊരു സെൻസേഷണൽ വിക്ടറി ടീം ഇന്ത്യക്ക് ഓസ്ട്രേലിയയുടെ മുകളിൽ കിട്ടി, അവരൊരു 127 അടിച്ച് നിൽക്കുമ്പോൾ ആ ഒരു വിക്ടറിയുടെ ഒരു പ്രൗഡ് മൊമെൻ്റ് ഉണ്ട്. രാജ്യത്തിനോട് ജമീമ കൈകൂപ്പി നിന്നൊരു ടൈമുണ്ട് ആ ഗ്രൗണ്ടിൽ. അതൊക്കെ കഴിഞ്ഞ് അവർ ആ ഒരു പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ സെറിമണി, ആഫ്റ്റർ മാച്ച് സെറിമണിക്ക് ആയ സമയത്ത് ജമീമയോട് എന്താണ് വാട്ട് യു ഹാവ് ടു സേ അബൌട്ട് ദിസ് മാച്ച് എന്ന് ചോദിച്ച സമയത്ത് അവരെല്ലാം ദൈവത്തിന്, ഓക്കെ, എല്ലാം യേശുവിന് എന്ന് പറഞ്ഞൊരു ഡയലോഗ് അടിച്ചതോടുകൂടി ഇന്ന് ഞാൻ നോക്കുമ്പോൾ ദാ കിടക്കുന്നു കുറച്ച് സംഘിണികൾക്ക്, കുറച്ച് BJP, RSS, എക്സ്ട്രീം റൈറ്റ് വിങ്, പന്ന പൊളിറ്റിക്സ് കളിക്കുന്ന ചില നാറിച്ചികൾക്കും നാറികൾക്കും കഴിഞ്ഞ വട്ടം ജമീമ റോഡ്രിഗസിനോട് എങ്ങനെയാണോ ഇളകിയത് അതേപോലെ ഇളകിയിട്ടുണ്ട്. ആരെങ്കിലും ജയ് ശ്രീരാം എന്ന് പറയുന്നെങ്കിൽ എന്താകുമായിരുന്നു, പറഞ്ഞിരുന്നെങ്കിൽ, ഓക്കെ, അതായത് യേശുവിന് സ്തുതി എന്ന് പറയുന്നിടത്ത് ജയ് ശ്രീരാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നു എന്നുള്ള ചോദ്യമാണ് ചോദിച്ചത്. ജമീമ റോഡ്രിഗസിനെ വിമർശിച്ച് BJP നേതാവ്, ഈ നടി ആയ വ്യക്തിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും, കസ്തൂരി. ഓക്കെ, ഷീസ് ആൻ ആക്ട്രസ്, നൗ ആൻ എക്സ്ട്രീം റൈറ്റ് വിങ് പൊളിറ്റീഷ്യനായിട്ട് അവരിങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ വിഷയം ഇത്രയേ ഉള്ളൂ, ജയ് ശ്രീരാം ആണ് പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കായിരുന്നു എന്നുള്ളത്. എന്ത് സംഭവിക്കാൻ? ഇപ്പോൾ ഒരു ഹിന്ദു ആയിട്ടുള്ള, ഓക്കെ, ഹിന്ദു റിലീജിയനിൽ, ഹിന്ദു ദൈവങ്ങളിൽ വിശ്വസിച്ച ഏതെങ്കിലും ഒരു പ്ലെയർ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി അവരുടെ വിക്ടറി അല്ലെങ്കിൽ അവർക്ക് ഒരു സക്സസ്ഫുൾ മൊമെൻറ്റ് വരുന്ന സമയത്ത് ജയ് ശ്രീരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരും ഒന്നും പറയാൻ പോകുന്നില്ല. കണ്ണ് കണ്ടവൻ്റെ വീട് ബുൾഡോസർ വെച്ച് പൊളിക്കുമ്പോഴും, വേറെ തന്നെ തല വെട്ടാൻ പോകുമ്പോഴും, ബീഫ് കൊണ്ടുപോകുന്ന ഒരുത്തൻ്റെ കഴുത്ത് അറക്കാൻ പോകുമ്പോഴും ജയ് ശ്രീരാം എന്ന് പറയുമ്പോൾ ഇവിടെ വിമർശനങ്ങൾ വരും. ഇതത്ര വലിയ പൊള്ളാള സംഘടനയ്ക്ക് ഇവിടെ അതാണ് പ്രശ്നം. ജയ് ശ്രീരാമോ അല്ലാഹു അക്ബറോ അല്ലെങ്കിൽ യേശുവിൻ്റെ സ്തുതിയൊക്കെ വേറൊരുത്തൻ്റെ ജീവൻ എടുക്കാനും ജീവിതം ഇല്ലാതാക്കാനുമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ വിമർശനങ്ങൾ വരും. നല്ല സമയത്ത്, ലൈഫിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് അച്ചീവ്മെൻറ്റ്സ് ഒക്കെ ഉള്ള സമയത്ത് നിങ്ങൾ ഉപയോഗിച്ചോ, എന്താ പ്രശ്നം? ആരെങ്കിലും എന്തെങ്കിലും പറയൂ? ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഇവിടുത്തെ കുറേ സംഘം ടീമിന് ഈ ഇന്ത്യയുടെ വിക്ടറി ഒന്നുമല്ല അവരുടെ പ്രശ്നം. അതൊരു ക്രിസ്ത്യൻ ലേഡി മുന്നിൽ നിന്ന് നയിച്ച്, അതായത് ഈ എസ്പെഷ്യലി ക്രിക്കറ്റിലൊക്കെ ഒരു ക്രോസ് ബെൽറ്റ് പൊളിറ്റിക്സ് ഉണ്ട്, മനസ്സിലായോ? ഒരു ക്രോസ് ബെൽറ്റ് ഹിന്ദുത്വവാദികളുടെ ഒരു പൊളിറ്റിക്സ് കുറേ വർഷങ്ങളായിട്ടുള്ള കുത്തകയായിട്ട് അവർ എടുത്തു വെച്ച സാധനമാണ്. ഇപ്പോൾ ജമീമ റോഡ്രിഗസ് കൂടി ആയപ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനൊരു ഹിസ്റ്ററി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവരുടെ അച്ഛൻ മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ മുംബൈയിൽ ഒരു ക്ലബിൽ നിന്ന് മെമ്പർഷിപ്പൊക്കെ കട്ട് ചെയ്ത് ഇറക്കി വിട്ട സ്കീം പരിപാടികൾക്ക് ഇതിനിടയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം ഞാൻ ആ ന്യൂസ് നിങ്ങൾക്ക് ഇവിടെ പ്ലേ ചെയ്യാം. വനിതാ ലോകകപ്പിന്റെ സെമി ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യയുടെ വിജയശില്പി ആയതിനു ശേഷമുള്ള പോസ്റ്റ് മാച്ച് പ്രസന്റേഷൻ സെറമണിയിലാണ് റോണക് കപൂറിന്റെ ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ ജമീമ റോഡ്രിഗ്സ് താൻ വളരെ അവശയായിരുന്നു, ക്ഷീണതയായിരുന്നു, പക്ഷേ മത്സരത്തിൽ ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ യേശുവിന് നന്ദി പറയുന്നു എന്നൊരു പരാമർശം നടത്തിയത്. അത് സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളിൽ വലിയ നിലയിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു. ഈ വിഷയത്തിലുള്ള ഒരു പ്രതികരണത്തിന് മറുപടിയായാണ് തമിഴ്നാട്ടിലെ BJP നേതാവും നടിയുമായ കസ്തൂരി ശങ്കർ ഇപ്പോൾ ചില പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇവിടെ യേശു എന്നതിന് പകരം
ശ്രീരാമനോ അല്ലെങ്കിൽ ഹനുമാനോ ആയിരുന്നു നന്ദി പറഞ്ഞിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്നാണ് കസ്തൂരി ചോദിക്കുന്നത്. ജയ് ശ്രീറാം എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത് എങ്കിൽ എന്ത് തരം പ്രതികരണങ്ങളായിരുന്നു വരാൻ സാധ്യതയുണ്ടായിരുന്നത്? താൻ ഒരു കപട മതേതരവാദിയല്ല, അതുകൊണ്ടാണ് ഈ നിലയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നും കസ്തൂരി പറയുന്നുണ്ട്. ജമീമയെ ദൈവം രക്ഷിക്കട്ടെ, അവരുടെ വിശ്വാസത്തിൽ തനിക്ക് പ്രശ്നമില്ല എന്നും മറ്റൊരാൾ കസ്തൂരിയെ വിമർശിച്ചുകൊണ്ട് ഒരു പ്രതികരണം നടത്തുമ്പോൾ അതിന്റെ താഴെയായി ഒരു കമന്റ് കൂടി കസ്തൂരി ശങ്കർ നടത്തുന്നുണ്ട്. നമുക്കറിയാം ജമീമ റോഡ്രിഗസുമായി ബന്ധപ്പെട്ട് അവരുടെ അച്ഛന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് മുംബൈയിലെ ജിംഖാനയിൽ നിന്ന് ഉള്ള അംഗത്വം റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് വലിയ തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വിമർശനവും സൈബർ ആക്രമണവും നേരിട്ട ഒരു താരമായിരുന്നു ജമീമ. എന്നാൽ അവർ ലോകകപ്പിൽ മികച്ച പ്രകടനം നടത്തിയതിന് പിന്നാലെ അവരുടെ വിശ്വാസം എന്തായാലും അവർ രാജ്യത്തിന്റെ വീരപുത്രിയാണ് എന്ന നിലയിലാണ് രാജ്യം പൊതുവെ അതിനോട് പ്രതികരിക്കുകയും ആ വിജയത്തെ സ്വീകരിക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ, ഒരുപക്ഷെ അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ വീണ്ടും ഉയർത്തിക്കൊണ്ടുള്ള ചില പരാമർശങ്ങൾ ഉണ്ടാകുന്നത്. ഫൈനലിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതും ഖേദകരമാണ്. ജമീമയുടെ വിശ്വാസത്തെ അല്ല, മറിച്ച് അവർ രാജ്യത്തിന് വേണ്ടി അത്രയും ക്ഷീണതയായി അവരുടെ ആ ജേഴ്സിയിൽ തന്നെ ജേഴ്സി എത്രമാത്രം ചെളി നിറഞ്ഞതായിരുന്നു ഫൈനലിൽ ഇന്ത്യ വിജയത്തിലേക്ക് എത്തിച്ച നിമിഷം എന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ശാരീരികമായി ഏത് അവശ നിലയിലാണെങ്കിലും ടീമിനെ വിജയത്തിലെത്തിക്കാൻ, രാജ്യത്തിന്റെ അഭിമാനമായി മാറുക എന്ന നിലയിൽ കളിക്കളത്തിൽ നിന്നൊരു താരത്തിനെതിരെയാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാവുന്നത്. അത് അങ്ങേയറ്റം ഖേദകരമാണ്. എന്തായാലും രാജ്യം പൊതുവിൽ ഈ നിലപാടല്ല സ്വീകരിക്കുന്നത് എന്നത് കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഓക്കെ, ഇതൊരു മലയാളം ന്യൂസിന്റെ ബൈറ്റ് ഞാൻ വെച്ചു എന്നുള്ളൂ. ഞാൻ ജമീമ പറഞ്ഞ ആ ഒരു യേശുവിന് നന്ദി എന്ന് പറഞ്ഞൊരു പോയിന്റും കൂടി ഞാൻ വെച്ചിട്ട് കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, Jemmy, it's the stuff of dreams. I can imagine there's a lot of emotion in you right now. What are your first thoughts? Firstly, I want to thank Jesus because I couldn't do this on my own. I know He carried me through today. I want to thank my mom, my dad, my coach, and every single person who just believed in me throughout this time. It was really hard this last whole month, but അതായത് ജമീമ എല്ലാവരോടും നന്ദി പറയുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാൻ ഒന്നും വേണ്ട, ലാസ്റ്റ് വേൾഡ് കപ്പ് തന്നെ ജമീമയ്ക്ക് കളിക്കാൻ പറ്റിയില്ല ബിക്കോസ് ഓഫ് ഫോം, ഓൾ ദിസ് കോൺട്രവേഴ്സി ഒക്കെ ആയിട്ട് ജമീമ പുറത്താണ്. അപ്പോൾ ഇപ്പോൾ ടീമിൽ തിരിച്ചു വരുന്നു. ഈ 100 അടിക്കുന്നതിന് മുന്നത്തെ ഇന്നിങ്സിലൊക്കെ ഫെയിലിയറാണ്, അപ്പോഴൊക്കെ ട്രോളുകൾ ഏറ്റുവാങ്ങുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു പ്ലെയറിൻ്റെ ആ ഒരു മെൻ്റൽ കപ്പാസിറ്റി, മെൻ്റൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് ഓരോ മനുഷ്യനനുസരിച്ച് ചിലപ്പോൾ വിശ്വാസികളാണെങ്കിൽ അത് ദൈവത്തിന് സമർപ്പിക്കും, വിശ്വാസമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത് സെൽഫായിട്ട് മോട്ടിവേറ്റഡ് ആവും. അങ്ങനെയൊക്കെയാണ് ഈ ലോകത്തിൽ ഓരോ ഗ്രൂപ്പ് ഓഫ് ആളുകളും ബിഹേവ് ചെയ്യുക, ഓരോ പേഴ്സൺസ് ബിഹേവ് ചെയ്യുക. വിശ്വാസികളാണെന്നുണ്ടെങ്കിൽ നേരെ ദൈവത്തിന് കൊടുക്കും, വിശ്വാസമില്ലാത്തവർ അത് സെൽഫ് ബിലീഫ് അല്ലെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞ ശക്തി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്വയം മോട്ടിവേറ്റഡ് ആയിട്ട് പോകും. ദാറ്റ്സ് ഇറ്റ്. അല്ലാതെ ഇതിലൊക്കെ കുറേ മതം കുത്തിക്കലർത്തിയിട്ടും മതം കൊണ്ടുവന്നിട്ടൊന്നും പ്രത്യേകിച്ച് ഒരു റീസൺ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ജമീമ റോഡ്രിഗസ് ഓൾറെഡി അവരെവിടെയും അവരുടെ മതത്തിനെക്കുറിച്ചും അവരുടെ വിശ്വാസത്തിനെക്കുറിച്ചും പറയാതെ ഒളിച്ചു കടത്തി പോകുന്നൊരു വ്യക്തിയൊന്നുമല്ല. ഓക്കെ, അവരുടെ അനവധി വീഡിയോസ് കുട്ടിക്കാലം മുതലുള്ള, ഇപ്പോൾ ഒരു 25 ആണ്, ഒരു കുട്ടിക്കാലം മുതലുള്ള വീഡിയോസ്, അവരൊരു എന്താ പറയുക കടുത്ത വിശ്വാസിയാണ്. ഞാൻ ഈ സൈഡിൽ വെക്കുന്നത്, ഞാനൊന്നും പ്ലേ ചെയ്യുന്നില്ല ബിക്കോസ് സൗണ്ട് പ്ലേ ചെയ്യുന്നില്ല. കുറേ അധികം വീഡിയോസ് ഉണ്ട് ഈ പാസ്റ്റർ പോലത്തെ പരിപാടിയിൽ പോയിട്ട് അങ്ങനത്തെ ഇതുണ്ടല്ലോ, പാസ്റ്റർമാർ പറയുന്നു ദൈവവിളി, ഹല്ലേലൂയ, ഈ സ്കീമൊക്കെ ലൈഫിൽ വിശ്വസിച്ച് നടക്കുന്ന ഒരാളാണ് അവർ. പക്ഷെ അവരുടെ വിശ്വാസമോ അവർ വിശ്വസിക്കുന്ന കാര്യമോ ഈ രാജ്യത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും രാജ്യത്തിന് ദോഷകരമായ രീതിയിലോ ആണോ നടന്നിട്ടുള്ളത്. അവരുടെ വിശ്വാസം കാരണം അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവരുടെ പ്രൊഫഷണൽ സ്കില്ല് കാരണം, അവരുടെ ക്രിക്കറ്റ് കാരണം ഇന്ത്യക്ക് നമുക്ക് സെമീസ് ജയിച്ച് ഫൈനലിൽ എത്താൻ പറ്റി, അത് മൈറ്റി ഓസീസിനെ അടിച്ചിട്ടിട്ട്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഇവർ വിശ്വാസിയാണ്, അതുകൊണ്ട് വിശ്വാസം പുറത്ത് പറഞ്ഞത് കൊണ്ടൊരു പ്രശ്നം, ഐ ഡോണ്ട് തിങ്ക് സോ അതൊരു വിഷയമാണെന്നുള്ളത്. ഇപ്പോൾ എത്രയോ മുസ്ലിം പൊളിറ്റീഷ്യൻസ്, ക്രിക്കറ്റേഴ്സ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തുള്ളവരൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഇൻഷാ അല്ലാ മാഷാ അല്ലാ എന്ന് പറഞ്ഞിട്ട് വർത്താനം പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? എത്രയോ ഹിന്ദുക്കൾ ജയ് ശ്രീരാം എന്നും ജയ് ബജ്രംഗ് ബലി എന്നും ജയ് മഹാകാളി എന്നും ജയ് മഹേശ്വർ എന്നൊക്കെ പറയാറില്ലേ? ക്രിസ്ത്യൻസിനെ സ്തോത്രം യേശുവിന് സ്തോത്രം എന്ന് എത്രയോ വട്ടം പറയാറില്ലേ? ഈ ചാൻഡിങ് ഒക്കെ പ്രശ്നമാവുന്നത് വേറൊരുത്തൻ്റെ ലൈഫ് തകർക്കാൻ നടക്കുമ്പോഴാണ്. മനസ്സിലായി? ഈ ജമീമ റോഡ്രിഗസിന് അച്ഛൻ ഈ പറഞ്ഞ രീതിയിൽ കൺവെൻഷൻസ് നടത്തുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ കൂട്ടായ്മകൾ നടത്തി അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു മതപരമായിട്ട്
മുന്നോട്ട് പോകുന്ന ഈ പാസ്റ്റർ സെറ്റപ്പിൽ മുന്നോട്ട് പോകുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവർക്ക് ആദ്യം തന്നെ തിരിച്ചടി വന്നത് മുംബൈയിൽ ഇവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഇവരുടെ ഖർജിംഖാന എന്ന് പറഞ്ഞിട്ടുള്ള ആ ഫെസിലിറ്റീൻ്റെ അകത്തുനിന്ന് ഇവർ ആദ്യം എടുത്ത് പുറത്താക്കുകയാണ്. അതായത് ഇവരുടെ അച്ഛൻ ആ ഒരു ഫെസിലിറ്റിയിൽ, അതായത് മകൾ മെമ്പറായിരുന്നത് കൊണ്ട് അത് ദുരുപയോഗം ചെയ്ത് ഏകദേശം ഒരു 1.5 വർഷത്തേക്ക് അവരുടെ പാർട്ടി ഹാള് ബുക്ക് ചെയ്തതിന് ശേഷം ആ പാർട്ടി ഹാളിൽ വേറൊരു പരിപാടിയും നടന്നില്ല. ആക്ച്വലി പല സമയങ്ങളിലായിട്ട് അവിടെ ഹല്ലേലൂയ പോലത്തെ സൗണ്ടും ഒച്ചയും യേശുവിനെ വിളിയും കാര്യങ്ങളും കേൾപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകൾ നടന്നു. അവിടുന്ന് കൺവെർഷൻ നടത്തുന്നു, ഹിന്ദുക്കളെ ക്രിസ്ത്യാനിലേക്ക് കൺവെർഷൻ നടത്തുന്നു എന്നുള്ള പേരിലാണ് അവിടെ സീനും പ്രശ്നങ്ങളും ഉണ്ടായത്. അത് ലാസ്റ്റ് എന്തായി, ജമീമ റോഡ്രിഗസിൻ്റെ പ്രൊഫഷനെ വരെ ബാധിക്കുന്ന രീതിയിൽ ആ ടൈമിൽ പോയി. പിന്നെ ലേറ്റർ ഓൺ ഈ പറഞ്ഞ ഖർജിംഖാനേൻ്റെ പ്രസിഡൻറ്റോ സെക്രട്ടറി ഏതോ ഒരാൾ പറഞ്ഞു ഇതിന് പ്രൂഫില്ല, അവർ വെറും അവരൊന്ന് അസ്യൂം ചെയ്തതാണ്, അവരൊന്ന് ജസ്റ്റ് ഇങ്ങനെയാണെങ്കിലോ എന്ന് ചിന്തിച്ച് കൂട്ടിണ്ടാക്കിയതാന്നുള്ള കാര്യം പറഞ്ഞിട്ട് ആ സാധനം സൈഡാക്കി. പിന്നെ ഈ സൈഡിൽ ഞാനിപ്പോൾ വയ്ക്കാം, ഇതുപോലെ കുറേ ചാനലുകാർ വന്നിരുന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതെന്തോ വലിയ വിഷയം പോലെ ചർച്ച ചെയ്യും. साथियों, अभी हाल में ही एक शॉकिंग न्यूज सुनी. मैं भारतीय महिला क्रिकेट टीम का भी फैन हूं, जिसमें जेमिमा रोड्रिगेज जी ने भी अपनी बैटिंग, अपने कैचेस और अपने जॉली नेचर से लाखों लोगों का दिल जीता है. लेकिन अभी वो कुछ गलत कारणों से सोशल मीडिया पर काफी चर्चा में हैं. अभी कुछ वीडियो सामने आई हैं जिनमें उनके पिता मुंबई के खार जिमखाना में उन्हीं की मेंबरशिप को यूज करते हुए वहां पर एक धर्मांतरण का इवेंट चलाते दिख रहे हैं. और ये काम वो पिछले 18 महीने से रेगुलरली कर रहे थे. और इसमें शॉकिंग बात यह है कि जेमिमा खुद अपनी स्पीच के द्वारा धर्मांतरण को प्रेरित करती हुई दिखती हैं. साथियों, खार जिमखाने में सबसे पहले कुछ ट्रांस म्यूजिक बजाई जाती थी, उसके बाद फिर हालेलुया के नारे लगते थे और फिर उसके बाद भीड़ को कन्वर्ट करने की भरपूर कोशिश होती थी. ये वीडियो क्रिश्चियनिटी के खिलाफ नहीं है. हर व्यक्ति की अपनी अपनी आस्था हो सकती है. इस देश में सभी धर्मों का सम्मान होना चाहिए. लेकिन देश की टॉप खिलाड़ी अपनी मेंबरशिप का यूज क्रिकेट खेलने की बजाय धर्मांतरण के लिए करे, ये कितना सही है? और इसमें यह भी प्रश्न उठता है कि क्या किसी का धर्म बदले बिना हम उसकी सहायता नहीं कर सकते? ഇതുപോലെ നോർത്തിൽ കുറേ യൂട്യൂബേഴ്സും ക്രിയേറ്റേഴ്സും മീഡിയ ഒക്കെ ഈ ജമീമ റോഡ്രിഗസിൻ്റെ അച്ഛൻ ഇവാൻ റോഡ്രിഗസ്, അതാണ് അങ്ങേര് പേര് വന്നത്, അങ്ങേര് ഭയങ്കരമായ രീതിയിലുള്ള കൺവെർഷൻ നടത്തുന്നു. ഓക്കെ, കൺവെർഷനിലൂടെ ആളുകളെ മാറ്റുന്നു, മതം മാറ്റുന്നു എന്നുള്ള സ്കീം പറഞ്ഞ് അതിഭീകരമായിട്ടുള്ള ബുള്ളിങ് ആണ്. ഈവൻ പാകിസ്ഥാൻ, ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ പാകിസ്ഥാൻ ക്രിക്കറ്റർ എന്ന് വരെ ജമീമ റോഡ്രിഗസിനോട് പറഞ്ഞുണ്ടാക്കി. അങ്ങനെയുള്ള ആളുകൾക്ക് ഇന്ന് രാജ്യത്തിൻ്റെ മുന്നിൽ ഈ പെൺകുട്ടി 127 റണ്ണും അടിച്ച് ഇന്ത്യേനെയും ജയിപ്പിച്ച് വലിയ സെലിബ്രേഷനൊന്നും ചെയ്തിട്ടില്ല. ജമീമ റോഡ്രിഗസ് കൈ ഊപ്പി നിൽക്കുക ചെയ്ത രാജ്യത്തിൻ്റെ മുന്നിൽ, മനസ്സിലായോ? എന്നിട്ടും ഇവരെ വിടാതെ ബുള്ളി ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു, ഈ എക്സ്ട്രീം റൈറ്റ് വിങ് സംഘപരിവാറിൻ്റെ ഒരു തരം അജണ്ട എന്താണ് ഈ രാജ്യത്ത് എന്നുള്ളത് ഇറ്റങ്ങളത്. വേറെ റീൽ ഞാൻ കാണിച്ചിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ലിറ്ററലി ഞെട്ടിപ്പോയി. ഒരു റീലിനകത്തുണ്ട്, ഇത് ബാറ്റ് ചെയ്യുന്ന സമയത്ത് ജമീമ എന്തോ പറയുന്നുണ്ട്. जेमिमा रॉड्रिग्स बैटिंग करने आई है और ये देखो, देखना भी जस्ट देखना ये क्या बड़बड़ करती रहती है भाई. मतलब क्या कुछ स्पेशल मंत्र वगैरह क्या पढ़ क्या रही है, ये कुछ तो बोल रही है हर एक बॉल. ജമീമ റോഡ്രിഗസ് ബാറ്റ് ചെയ്യുമ്പോൾ എന്തോ മന്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതേ ജമീമ റോഡ്രിഗസ് എന്നുള്ള ഒരു ബാറ്ററിൻ്റെ പേര്, ഓക്കെ, ആ പേര് മാറിയിട്ട് അത് വല്ല എന്താ പറയുക സോനം കപൂറോ അല്ലെങ്കിൽ വേറെ വല്ല അങ്ങനത്തെ വല്ല ഹിന്ദു പേരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെന്ത് പറയും, ഇവർക്കൊരു വിഷയമല്ല. മന്ത്രം ജപിച്ചതാ, മഹാകാളി മന്ത്രം അല്ലെങ്കിൽ മഹാശിവ മന്ത്രം, അതൊക്കെയാണെങ്കിൽ ഒരു പ്രശ്നമില്ല ഈ നാറികൾക്ക്. അവരുടെ മതപ്രകാരം, അവരുടെ വിശ്വാസപ്രകാരം, അവരുടെ സെൽഫ് മോട്ടിവേഷന് വേണ്ടിയിട്ട് ചിലപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ ജീസസിനെ വിളിച്ചിട്ടുണ്ടാവും, നീ വേറെ എന്തെങ്കിലും അവരുടെ മതപരമായുള്ള ഗ്രന്ഥത്തിലെ ശ്ലോകങ്ങൾ പറഞ്ഞതാ തന്നെ കൂട്ടിക്കോ, ആണെന്ന് വെച്ചോ. എന്താ പ്രശ്നം എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. രാജ്യത്തിന് ജയിപ്പിച്ചോ. ഇവിടെ ക്രിക്കറ്റിലൊക്കെ നമ്മൾ കണ്ടിട്ട് കോഴ വാങ്ങി രാജ്യത്തിനെതിരെ പ്രവർത്തിച്ച് കുറേ പേരൊക്കെ പോയിട്ടുണ്ട്. അങ്ങനത്തെ സീനൊന്നുമില്ലല്ലോ ഇതിപ്പോൾ എന്താണ് ഇതെന്താ പറയുക, എല്ലാത്തിലേക്കും മതം കുത്തിക്കയറ്റുക എന്നുള്ള എക്സ്ട്രീം റൈറ്റ് വിങ്ങിൻ്റെ തീട്ട പൊളിറ്റിക്സിൻ്റെ അജണ്ടയാണ് സത്യത്തിൽ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇതൊരു സൈഡ്. ഈ വേറൊരു സൈഡ് ഞാൻ പറഞ്ഞുതരാം. ജമീമ റോഡ്രിഗസ് ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്
ഞാൻ നോക്കുമ്പോൾ കേരളത്തിലടക്കം മതപരമായിട്ട് മാത്രം ആളുകളിലേക്ക് സ്പൂൺ ഫീഡ് ചെയ്യുന്ന കുറച്ച് ചാനലുകളുണ്ട്. അവർക്ക് ആഘോഷരാവാണ്. അവർ എന്താ പറയുന്നത്, യേശുവിൻ്റെ കാരണമാണ് ഇന്ത്യ കളി ജയിച്ചതെന്നും യേശു ജയിപ്പിച്ചതാണ്, യേശു വന്ന് ബാറ്റ് ചെയ്തു ജമീമേൻ്റെ ഒപ്പം എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവർ ഈ ന്യൂസ് അടിച്ചു വിടുന്നത്. ഞാൻ ഉത്കണ്ഠയിലൂടെ കടന്നു പോവുകയായിരുന്നു. ചില കളികൾക്ക് മുമ്പ് അമ്മയെ വിളിച്ച് ഞാൻ മുഴുവൻ സമയവും കരയുമായിരുന്നു. എന്നാൽ ഞാൻ കാണിക്കേണ്ട ഉത്തരവാദിത്തം മാത്രം ഞാൻ കാണിച്ചു, ബാക്കിയെല്ലാം ദൈവം ഏറ്റെടുത്തു. കളിയുടെ അവസാനം എൻ്റെ എനർജി പോയി, ഞാൻ തളർന്നു. ഈ സമയം ബൈബിളിലെ ഒരു വചനം ഞാൻ വീണ്ടും വീണ്ടും ഉരുവിട്ടുകൊണ്ടിരുന്നു. നിങ്ങൾ ശാന്തമായി നിൽക്കുക, ദൈവം നിങ്ങൾക്ക് വേണ്ടി പോരാടും. ഞാൻ അവിടെ ഉറച്ചു നിന്നു, അദ്ദേഹം എനിക്ക് വേണ്ടി പോരാടി. പുറപ്പാട് 14 അധ്യായം 14 വാക്യം പറഞ്ഞുകൊണ്ടുള്ള ഈ വെളിപ്പെടുത്തൽ ജെമിയുടെ 127 റൺസ് പ്രകടനത്തെ കേവലം ക്രിക്കറ്റ് ചരിത്രത്തിലെ നേട്ടത്തിൽ നിന്ന് പ്രത്യാശയുടെയും വിശ്വാസത്തിന്റെയും ഉജ്ജ്വല സാക്ഷ്യമായി മാറ്റുന്നു. But towards the end, I was just quoting one scripture from the Bible because I had lost energy. I was very tired. I was drained. But one scripture that says, just stand still and God will fight for you. And that's what I did. I just stood there and he fought for me. ജെമിമയുടെ പിതാവ് ഇവാൻ റോഡ്രിക്സിന്റെ വാക്കുകൾ ഇതിനോട് ചേർത്ത് വെക്കേണ്ടതാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: അവളുടെ കണ്ണീർ വൃഥാവിലായില്ല. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകി. എൻ്റെ മകൾ കളിച്ച ഇന്നിങ്സ് കണ്ട് ഞാൻ വികാരാധീനനായി പോയി. അവൾക്ക് ലോകകപ്പ് സെമി ഫൈനലിൽ അത്തരമൊരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞത് ഏതൊരച്ഛനെ സംബന്ധിച്ചും അഭിമാനകരമായ നിമിഷമാണ്. എന്നാൽ സ്കോർ ബോർഡിലെ ആ 127 റൺസിനേക്കാൾ വലുത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അവൾ നേരിട്ട മാനസിക പോരാട്ടങ്ങളാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അവൾ കടന്നുപോയ വേദന എനിക്കറിയാം. ടീമിലെ സ്ഥാനത്തെക്കുറിച്ചുള്ള ആശങ്ക, മോശം പ്രകടനത്തെ തുടർന്നുള്ള മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ. ഒരുപാട് രാത്രികളിൽ അവൾ കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. ഒരു രക്ഷിതാവെന്ന നിലയിൽ മകൾ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് വിഷമിക്കുന്നത് കാണുന്നത് ഹൃദയഭേദകമാണ്. ഞങ്ങൾ എപ്പോഴും അവളെ പ്രോത്സാഹിപ്പിച്ചു. ഒരു ക്രിക്കറ്റർ എന്ന നിലയിൽ ഫീൽഡിൽ എന്ത് സംഭവിച്ചാലും ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിക്കാൻ ഞങ്ങൾ അവളെ ഉപദേശിച്ചു. അവളുടെ കഴിവുകളിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ലായിരുന്നു. പക്ഷേ ആത്മവിശ്വാസം വീണ്ടെടുക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. കളിക്ക് ശേഷം അവൾ സംസാരിച്ചപ്പോൾ എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ചത് അവൾ യേശുവിന് നന്ദി പറഞ്ഞതാണ്. കളിയുടെ അവസാന സമയത്ത് അവൾ അനുഭവിച്ച തളർച്ചയിൽ ബൈബിളിലെ ആ വചനം അവൾക്ക് എത്രമാത്രം ശക്തി നൽകിയെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അവൾ കളിച്ചത് സ്വയം തെളിയിക്കാനായിരുന്നില്ല, മറിച്ച് ഇന്ത്യക്ക് വേണ്ടിയും തൻ്റെ വിശ്വാസത്തിന് വേണ്ടിയുമായിരുന്നു. അതുകൊണ്ടാണ് അവൾ സെഞ്ചുറി പോലും ആഘോഷിക്കാതിരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതാണ് ഇവിടുത്തെ മതം പറയുന്ന ചാനലുകളിൽ വരുന്ന ചില ന്യൂസുകൾ. എല്ലാം ദൈവമാണ് ജയിച്ചത്. ഞാനൊരു മതവിശ്വാസിയല്ല, ദൈവവിശ്വാസിയല്ല. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു ക്രിക്കറ്റ് കളിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമുക്കൊരു ടീം സ്പോർട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതൊരു ടീം എഫേർട്ടാണ്. ഓക്കെ, കളിക്കുന്ന ഗ്രൗണ്ടിൽ കളിക്കുന്നവർ മാത്രമല്ല, പുറത്തിരിക്കുന്ന ബെഞ്ചിലിരിക്കുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് സ്റ്റാഫ് അടക്കം ഒരു സിസ്റ്റം മൊത്തം റൺ ചെയ്താലേ ഒരു സക്സസ് നമുക്ക് കിട്ടും. ഓക്കെ, ഒരു വൺ മാൻ ഷോ വരണമെങ്കിൽ അടക്കം അപ്പുറത്ത് സപ്പോർട്ട് വേണം. എസ്പെഷ്യലി ക്രിക്കറ്റിൽ, ഫുട്ബോളിൽ ഏത് നോക്കിയോ നിങ്ങൾ. ഫുട്ബോളാണെങ്കിൽ പാസ് ഇട്ട് കൊടുക്കണം, എന്നാലും ഒരുത്തന്നെ അടിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ക്രിക്കറ്റിലാണെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് ബാറ്റ്സ്മാൻ 100 അടിക്കാണെങ്കിൽ അപ്പുറത്തെ ആൾ ഓടണം, അപ്പുറത്തെ ആൾ നിന്ന് കൊടുക്കണം. വിക്കറ്റ് അങ്ങനെ പോയി കഴിഞ്ഞാൽ എല്ലാം പോയിട്ട് എല്ലാം ഔട്ടായിട്ട് കൂടാരം കയറാം. ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കണം. ഇത് ചിന്തിക്കാതെ ഓക്കെ ജമീമ റോഡ്രിഗസ് ജയിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വിശ്വാസി എന്ത് പറയണം? എല്ലാം ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞാൽ തുടങ്ങൂ. അവരങ്ങനെ തുടങ്ങിയെന്ന് വിചാരിച്ചിട്ട് പിന്നെ അതങ്ങോട്ട് ഏറ്റുപിടിച്ച് ഒരു കൂട്ടർ ഇതിനെതിരെ, ഒരു കൂട്ടർ ഇതിന് ഭയങ്കരമായിട്ടുള്ള പ്രമോഷൻ. എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്? മതത്തിൻ്റെ പേരിൽ ഇത് എവിടെയൊക്കെ മതം കുത്തി കയറിയിട്ട് ഇങ്ങനത്തെ ഒരു തീവ്രവാദ ഫേസിലേക്കാണ് സത്യം പറഞ്ഞാൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ രാജ്യം. ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പല കാര്യങ്ങളും കേൾക്കുമ്പോഴും കാണുമ്പോഴും. ഞാനിവിടെ ജമീമയുടെ തന്നെ ആഫ്റ്റർ മാച്ച് ഇവരുടെ ഡ്രസ്സിംഗ് റൂമിൽ വന്നിട്ട് കൊടുത്തൊരു സ്പീച്ച് ഉണ്ട്. I was inside and around 85 when I was batting, I was really tired, really tired. Arusne, Uma, everyone kept coming in. Harleen kept coming in and giving me water at that time. I had spoken to Dipti at that time. Dipti ko bola ki Dipu, please keep talking to me. I can't do this. Every single ball from there, Dipti was cheering, encouraging me. Every ball, she even sacrificed her wicket for my one run. Yes.
she told me, and then she told me कि when she was walking back, she was like, कोई ना, तू मैच खत्म करके आ बस. We talk about, I know sometimes there are special knocks, but it wouldn't be possible without partnerships. It wouldn't be possible without special cameos. That goes unnoticed, but Dipti's knock, Richa's knock, Aman's knock took off a lot of pressure off me. Obviously, me and Haridi had a great partnership, but in the past, it's always happened like one. You know, we go on to lose the match, but today this Indian team changed that. Last but not the least, अभी इतना किया है, one more to do. കണ്ടോ, ഇതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ജെമിമ റോഡ്രിഗസ് എന്ത് അവർ തമ്മിലുള്ള പാർട്ട്ണർഷിപ്പ്, ഒരാൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്ത ആ ബാറ്റിംഗ് പാർട്ട്ണർഷിപ്പിനെ കുറിച്ച്, ആ ടീം എഫേർട്ടിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ദീപ്തി ശർമ്മ നിന്ന് കൊടുത്തില്ല ഒരു എൻഡിൽ എന്നുണ്ടെങ്കിൽ ജമീമയ്ക്ക് 100 അടിക്കാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പുറത്തെ എൻഡിൽ ഒരു ബാറ്റ്സ്മാൻ നിൽക്കണം. ഹർമൻപ്രീത് കൗർ ഇല്ല അപ്പുറത്തെ എൻഡിൽ, ജമീമയ്ക്ക് അടിക്കാൻ പറ്റില്ല. സോ ദാറ്റ്സ് എ ടീം എഫേർട്ട്. മോട്ടിവേറ്റ് ചെയ്യുന്നതും ടീമായിട്ടാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഒരാൾ തളരുമ്പോൾ അടുത്ത ആൾ പോയി മോട്ടിവേറ്റ് ചെയ്യും. ദൈവത്തിൻ്റെ പാട്ട് എന്ന് അവർ കാഷ്വലി പറഞ്ഞു വിട്ടു, ബട്ട് അവരൊരു എക്സ്ട്രീം വിശ്വാസിയാന്നുള്ളത് പല വിധത്തിലും നമുക്കറിയാം. പക്ഷെ ഇത് ഒരു സൈഡിൽ നിന്ന് ഇതെല്ലാം ദൈവത്തിന് എന്ന് പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ ആൾക്കാരും കൊണ്ടുപോയി. ഓഹോ, ആ ദൈവത്തിൻ്റെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ കൊണ്ടുപോകും, അല്ലടാ ഈ രാജ്യം വേറൊരു ദൈവത്തിൻ്റെ എന്ന് പറഞ്ഞിട്ട് വേറെ ടീം ഇറങ്ങിയിരിക്കുന്നത്. ഈ നാണം കെട്ട നാടടെ ഇവിടെ കുറേ വിശ്വാസി നാറികൾ.